ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. 5 അപ്പവും 2 മീനും 5000 പേർക്കായി വർദ്ധിപ്പിച്ച് നൽകുന്ന യേശുനാഥനെയാണ് സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്തുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥനെ കേൾക്കാനായി ഒരു കൂട്ടം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു. എന്നാൽ ഏറെ വൈകുമ്പോൾ ശിഷ്യന്മാർ തിരിച്ചറിയുകയാണ് ഇവർക്ക് ഭക്ഷിക്കാൻ നൽകാനായി ഒന്നുമില്ല. അങ്കലാപ്പിലായ ശിഷ്യന്മാർ യേശുനാഥൻ്റെ അടുക്കലെത്തുന്നു. അവിടെ അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അവരുടെ പക്കലുള്ളത് യേശുനാഥൻ്റെ കരങ്ങളിലേക്ക് നൽകുന്നു. അവിടെ നിന്ന് അത് വർദ്ധിപ്പിച്ച് സമൃദ്ധമാക്കി നൽകുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന ഒരു പ്രത്യേക വാക്ക് നേരം വൈകിയപ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷത്തിൽ അതിപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്തു എന്ന് പറഞ്ഞു. ഇതൊരു വിജന പ്രദേശമാണല്ലോ, സമയം വൈകിയിരിക്കുന്നത്. അപ്പോൾ ഈ നേരം വൈകി എന്നുള്ള തിരിച്ചറിവ് ശിഷ്യന്മാർക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മളും ചെന്നെത്തുന്ന ഒരു തിരിച്ചറിവാണ്, നേരം വൈകിപ്പോയി, ചെയ്യേണ്ട കാര്യം നേരത്തെ ചെയ്തില്ല, നേരെ വൈകിപ്പോയി, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല, എൻ്റെ സമയം കഴിഞ്ഞു പോയി, ഇനി എന്ത് ചെയ്യും? ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരു വാക്കായി നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. നേരം വൈകിപ്പോയി. അപ്പോൾ നേരെ വൈകി പോകുമ്പോൾ എന്തു ചെയ്യണമെന്ന സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. ശിഷ്യന്മാർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴാണ് അവരത് തിരിച്ചറിഞ്ഞ് യേശുനാഥൻ്റെ അടുക്കിലേക്ക് എത്തുന്നത്. കാര്യം ഇത്രയും അധികം ആളുകൾ, 5000-ത്തിലധികം ആളുകൾ, ഇവർക്ക് ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോഴുണ്ടാക്കി നൽകിയാൽ പോലും അത് അസാധ്യമായ കാര്യമാണ്. ഏറെ നേരം വൈകിയിരുന്നു. ആ തിരിച്ചറിവിൽ അവർ യേശുനാഥൻ്റെ അടുക്കിലെത്തുകയാണ്. അപ്പം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേരവും വൈകിട്ടില്ല. അവിടത്തേക്ക് എല്ലാ നേരവും നല്ല നേരമാണ്. എല്ലാം ആരംഭിക്കാനും അനുഗ്രഹമാക്കാനും ജീവിതത്തെ ധന്യമാക്കാനും യേശുനാഥന് എല്ലാ നേരവും അനുഗ്രഹപ്രദമാണ്. അപ്പോൾ ഈ തിരിച്ചറിവ് നമുക്കും ഉണ്ടാവണം. നമ്മുടെ കർത്താവിൻ്റെ പക്കലേക്ക് പോകാൻ ഒരു നേരവും വൈകിട്ടില്ല. അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമുക്കുള്ളതിനെ അവൻ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഇതെന്ന് ചോദിക്കും, നിങ്ങളുടെ പക്കൽ എന്തുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ പക്കൽ കുറവുകളായിരിക്കാം, നമ്മുടെ പക്കൽ സങ്കടങ്ങളായിരിക്കാം. എന്താണോ അത് അവൻ്റെ പക്കലേക്ക് നൽകുക. അവൻ കൃതജ്ഞതാസ്തോത്രം ചൊല്ലി അത് ഭാഗിച്ച് നൽകുമ്പോൾ വർദ്ധിപ്പിക്കപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അവിടെയും നമുക്കൊരു തിരിച്ചറിവ് നൽകണം. യേശുനാഥൻ ആ അപ്പങ്ങൾ കരങ്ങളിലേക്ക് എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ ഒരു ദൈവം, ആ പിതാവായ ദൈവം, അത് വർദ്ധിപ്പിക്കാനും അനുഗ്രഹിക്കുവാനുമായി കാത്തിരിക്കുക, അവൻ്റെ പക്കലേക്ക് നൽകുക എന്നുള്ളതാണ്. ഈ നൽകലിനെ കുറിച്ചാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എത്ര നേരം വൈകിയാലും ക്രിസ്തുനാഥൻ്റെ അടുക്കലെത്താനുള്ള കൃപ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ സഹായവുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നവർ എത്ര വൈകിയായിരുന്നാലും അവരെ സഹായിക്കുവാനും ഈ അപ്പൻ്റെ സ്നേഹം അവരിലേക്ക് പകരുവാനും നമുക്ക് കഴിയണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ കൃപയ്ക്ക് വേണ്ടി യേശുനാഥനോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അതിനെ അനുഗ്രഹിക്കട്ടെ.